ഇന്നത്തെ സ്പെഷ്യൽ ഒരു കടല തോരൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും നമുക്കൊരു കട്ടൻ ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ടെല്ലാം നമുക്ക് കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ്. അതിന് വേണ്ടി തലേ ദിവസം തന്നെ കുറച്ച് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കണം. ഇനി നമുക്ക് കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണെല്ലാം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലയിലെല്ലാം നല്ലപോലെ ഒരു എരിവെല്ലാം കിട്ടുന്നതിന് വേണ്ടിയാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 5-6 കുഞ്ഞുള്ളിയാണ് ചെറുതാക്കി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 6-7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.